ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ദൈവത്തിൻ്റെ വചനം ശ്രവിക്കുവാനും വിശുദ്ധ കൂദാശകൾ സ്വീകരിക്കുവാനും ആരാധനയിൽ പങ്കുചേർന്ന് ദൈവകൃപ സ്വീകരിക്കുവാനുമായി ഈ സാൻറ്റ് ജോസ് ഭവനിലേക്ക് ഒരിക്കൽ കൂടെ ദൈവം നമ്മളെ കൊണ്ടുവന്നതിനെ ഓർത്ത് തമ്പുരാനോട് നന്ദി പറയാം. നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ ദൈവകരങ്ങളിൽ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് വചനത്തിൻ്റെ അഭിഷേകത്തിന് വേണ്ടി പ്രത്യേകമായി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നിൻ്റെ വചനത്തിൻ്റെ കവാടം തുറന്ന് നീ ഞങ്ങളോട് സംസാരിക്കണമേ. തമ്പുരാൻ പറയണം, എന്നാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് വചനത്തിൻ്റെ കവാടം തുറന്ന് ദൈവം നമ്മോട് സംസാരിക്കട്ടെ. ദൈവത്തിൻ്റെ വചനം ശ്രവിക്കുമ്പോൾ വചനത്തിൻ്റെ ഉൾപ്പൊരുളുകൾ മനസ്സിലാക്കുവാൻ തക്കവിധം ഞങ്ങളുടെ ബുദ്ധിയെയും ഞങ്ങളുടെ മനസ്സിനെയും പ്രകാശിപ്പിക്കണമേ. നിത്യസത്യങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലാക്കി തരണമേ എന്ന് വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് വചന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. കഴിഞ്ഞ ആഴ്ചയിൽ പരിശുദ്ധ കത്തോലിക്കാ സഭയെക്കുറിച്ച് വിശ്വസിക്കുന്നവരുടെ സമൂഹമാണ് സഭ എന്നും രണ്ടാമത് പറഞ്ഞു ഓർക്കുന്നുണ്ടോ? ഒന്ന്, വിശ്വസിക്കുന്നവരുടെ സമൂഹമാണ് സഭ. രണ്ട്, ആരാധിക്കുന്നവരുടെ സമൂഹമാണ് സഭ. മൂന്നാമതായി, സ്നേഹിക്കുന്നവരുടെ സമൂഹമാണ് സഭ. 4, പങ്കുവയ്ക്കുന്നവരുടെ സമൂഹമാണ് സഭ. ഈ 4 വാക്കുകളാണ് കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ വ്യാഖ്യാനിക്കാൻ വേണ്ടി പരിശ്രമിച്ചത്. ഇതിന് വിശ്വസിക്കുന്ന സമൂഹമായി നിലനിൽക്കുവാനും വളരുവാനും, ആരാധിക്കുന്ന സമൂഹമായി നിലനിൽക്കുവാനും വളരുവാനും, സ്നേഹിക്കുന്ന സമൂഹമായി നിലനിൽക്കുവാനും വളരുവാനും, പങ്കുവയ്ക്കുന്നവരുടെ സമൂഹമായി നിലനിൽക്കുവാനും വളരുവാനും നമ്മളെ സഹായിക്കുന്നത് ആരാധനയുടെ കേന്ദ്രമായ പരിശുദ്ധ കുർബാനയാണ്. ഇതാണ് നമ്മൾ കുറേ കാലങ്ങളായി പരിശുദ്ധ കുർബാനയെക്കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പ്രാർത്ഥനകളുടെ പദാനുപത വ്യാഖ്യാനങ്ങളിലേക്ക് കടന്നു വരാനാണ് നമ്മൾ ഈ നാളുകളിൽ ആഗ്രഹിക്കുക. പരിശുദ്ധ കുർബാനയെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലുണ്ടാവുന്നത് പെസഹ രഹസ്യങ്ങളുടെ അനുസ്മരണവും അനുഷ്ഠാനവും ആഘോഷവുമാണ് പരിശുദ്ധ കുർബാന എന്നാണ്. പെസഹ രഹസ്യങ്ങളുടെ അനുസ്മരണവും അനുഷ്ഠാനവും ആഘോഷവുമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്, ബലിപീഠത്തിനരികിലാണ് അനുസ്മരണം നടക്കേണ്ടത്, ബലിപീഠത്തിലാണ് അനുഷ്ഠാനം നടക്കേണ്ടത്, വ്യക്തിജീവിതത്തിലാണ് ആഘോഷം നടക്കേണ്ടത്. അപ്പോൾ എന്താണ് ബലിപീഠത്തിൽ നടക്കുന്നത് എന്ന് അറിയുകയാണ് അനുസ്മരണം. എന്താണ് ബലിപീഠത്തിൽ അനുഷ്ഠിക്കുന്നത് എന്ന് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണ് അനുഷ്ഠാനം. ബലിപീഠത്തിൽ പങ്കുവെച്ച പരിശുദ്ധ കുർബാന ജീവിക്കുന്നതാണ് ബലിയുടെ ആഘോഷം. ബലിയും ബലിജീവിതവും ഒന്നാണ് എന്ന് അവസാനം നമുക്ക് മനസ്സിലാകും. അങ്ങനെ ഒന്നാണ് എന്ന് മനസ്സിലാകുമ്പോഴാണ് ബലിയർപ്പകനും ബലിവസ്തുവും ഒന്നാണ് എന്ന് മനസ്സിലാകുന്നത്. ബലിജീവിതം എന്ന് പറയുന്നതിൻ്റെ പൊരുള്, യഥാർത്ഥ ക്രൈസ്തവ ജീവിതത്തിൻ്റെ പൊരുള് അപ്പോഴാണ് നമ്മൾ മനസ്സിലാകുന്നത്. അതുകൊണ്ടാണ് വളരെ കാലങ്ങളെടുത്ത് വളരെ വിശദമായി ഈ വിഷയത്തെ പങ്കുവയ്ക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നതും നിങ്ങളത് ശ്രമിക്കാൻ വേണ്ടി തീവ്രമായി ആഗ്രഹിക്കുന്നതും. അപ്പം അതിനുവേണ്ടി ദൈവമുണ്ടാക്കിയ ഒരു രക്ഷാകര പദ്ധതിയുണ്ട്. ആ രക്ഷാകര പദ്ധതി, മനുഷ്യൻ വംശത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവമുണ്ടാക്കിയ പദ്ധതി ദൈവത്തിന് മാത്രം അറിയാവുന്ന രഹസ്യമാണ്. റാസ എന്ന വാക്കൊക്കെ കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നുവല്ലോ. ഈ രക്ഷാകരമായ പദ്ധതി എങ്ങനെയാണ് ക്രിസ്തുവിൽ പൂർത്തിയായത്, അത് എന്തിനു വേണ്ടിയാണ് തുടങ്ങിയ കാര്യങ്ങൾ ഇത്തിരി ആഴങ്ങളിൽ പറയാമെന്നാണ് ഞാൻ കരുതുക. ദൈവം തൻ്റെ പുത്രനിലൂടെ വെളിപ്പെടുത്തി തന്ന രക്ഷാകര പദ്ധതിയും രക്ഷാകര രഹസ്യവും എന്താണ്, അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. പരിശുദ്ധ കുർബാന മനസ്സിലാക്കാൻ പരിശുദ്ധ കുർബാന എന്താണ് എന്നല്ല, പരിശുദ്ധ കുർബാന ആരാണ് എന്ന് മനസ്സിലാക്കാൻ ഇതാണ് അടിസ്ഥാനപരമായ കാര്യം. എഫേസ്യസുകാർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 1-ാം അധ്യായം 3, 4, 5 വാക്യങ്ങൾ നമ്മൾ വായിക്കണം. എഫേസ്യസുകാർക്ക് എഴുതിയ ലേഖനം, പൗലോസ് എഴുതിയ ലേഖനം 1-ാമത്തെ അധ്യായത്തിൻ്റെ 3, 4, 5 വാക്യങ്ങൾ. അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്. 3-ാം വാക്യത്തിൽ, സ്വർഗീയമായ എല്ലാ ആത്മീയ വരങ്ങളാലും ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചവനും
കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ പിതാവായ ദൈവം സ്തുതിക്കപ്പെട്ടവനാകട്ടെ. പിതാവായ ദൈവത്തിന് സ്തുതി പറഞ്ഞുകൊണ്ടാണ് അവതരണ ഭാഗം ആരംഭിക്കുന്നത്. ഇനി വളരെ പ്രധാനമായി 4-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, തൻ്റെ മുൻപാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കുവാൻ ലോകസ്ഥാപനത്തിന് മുൻപ് തന്നെ അവിടുന്ന് ക്രിസ്തുവിൽ നമ്മെ തെരഞ്ഞെടുത്തു. രക്ഷാകര ചരിത്രത്തിൻ്റെ സാരസംഗ്രഹം നമുക്കിവിടെ കാണാനായിട്ട് കഴിയും. എന്താണ് അതിൽ ഓരോന്ന് വിശദമായി കാണേണ്ടതുണ്ട്. പിതാവായ ദൈവം എന്ത് ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിതാവായ ദൈവം ക്രിസ്തുവിൽ നമ്മെ തെരഞ്ഞെടുത്തു. അതാണ് പ്രധാനപ്പെട്ട കാര്യം. ക്രിസ്തുവിൽ തെരഞ്ഞെടുത്തു. എന്നാണ് തിരഞ്ഞെടുത്തത്? ലോകസ്ഥാപനത്തിന് മുൻപേയാണ്. എന്തിനു വേണ്ടിയാണ് തിരഞ്ഞെടുത്തത്? എല്ലാം അറിയുന്ന ദൈവത്തിൻ്റെ മുൻപിൽ സ്നേഹത്തിൽ നിഷ്കളങ്കരും പരിശുദ്ധരുമായിരിക്കുവാൻ ദൈവം നമ്മെ തിരഞ്ഞെടുത്തു. ആ തിരഞ്ഞെടുപ്പ് എങ്ങനെയാണ്? യേശുക്രിസ്തു വഴി നാം ദൈവത്തിൻ്റെ പുത്രന്മാരായി ദത്തെടുക്കപ്പെടണമെന്ന് അവിടുന്ന് തൻ്റെ ഹിതവും ലക്ഷ്യവും അനുസരിച്ച് മുൻകൂട്ടി തീരുമാനിച്ചു. ഇതാണ് രക്ഷാകര പദ്ധതി. എഫേസ്യ ലേഖനത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യമാകുമ്പോഴേക്കും അത് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഇതിന് എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ ഭാഗത്ത് നിന്ന് എന്താണ് ചെയ്യേണ്ടത്? അതിന് മനുഷ്യവംശം മുഴുവൻ ക്രിസ്തുവിൽ ദൈവമക്കളും ദൈവത്തിൻ്റെ കുടുംബാംഗങ്ങളുമായി തീരണം. ദൈവത്തിൻ്റെ കുടുംബാംഗങ്ങളായി മുൻകൂട്ടി നമ്മളെ തിരഞ്ഞെടുത്തു. മനുഷ്യരെ എല്ലാവരെയും അവിടുന്ന് യേശു ക്രിസ്തുവിൽ ദത്തെടുത്തു. ദൈവത്തെ പിതാവ് എന്ന് വിളിക്കാനുള്ള അവകാശം നൽകി. ദൈവമക്കളുടെ കൂട്ടായ്മയിലേക്ക് മാമ്മോദീസ എന്ന പരിശുദ്ധമായ കൂദാശയിലൂടെ ദൈവം നമ്മളെ കൂട്ടിക്കൊണ്ടുവന്നു. അതിൻ്റെ ആഘോഷമാണ് പരിശുദ്ധ കുർബാന. എഫേസ്യക്കാർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 1-ാം അധ്യായം 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ അതിന് കുറച്ചുകൂടെ വിശദീകരണങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. ക്രിസ്തുവിൽ വ്യക്തമാക്കിയ തൻ്റെ അഭീഷ്ടമനുസരിച്ച് അവിടുന്ന് തൻ്റെ പദ്ധതിയുടെ രഹസ്യം നമുക്ക് വെളിപ്പെടുത്തി തന്നു. പദ്ധതിയുടെ രഹസ്യം പരിശുദ്ധ കുർബാനയെക്കുറിച്ച് അത് നമുക്ക് സൂചിപ്പിക്കാവുന്നതാണ്. അതാണ് റാസ. അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ദൈവത്തിൻ്റെ പദ്ധതിയാവട്ടെ മിശിഹാ രഹസ്യം എന്നറിയപ്പെടുന്നത് മിശിഹായിലൂടെയാണ് ഈ പദ്ധതി പൂർത്തീകരിക്കപ്പെട്ടത് എന്നതുകൊണ്ടാണ്. ദൈവത്തിൻ്റെ പദ്ധതിയുടെ രഹസ്യമാണ് റാസ. ഇത് കാലത്തിൻ്റെ പൂർണ്ണതയിൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാറ്റിനെയും ക്രിസ്തുവിൽ ഒന്നിപ്പിക്കുന്നതിന് വേണ്ടി അത്രേ. എഫേസ്യക്കാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 10-ാം വാക്യം. ക്രിസ്തുവിൽ ഒന്നിപ്പിക്കുക. ആരെയൊക്കെയാണ് ക്രിസ്തുവിൽ ഒന്നിപ്പിക്കേണ്ടത്? പാപം വഴി ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യനെ ദൈവവുമായി ഒന്നിപ്പിക്കണം. രണ്ടാമതായി, മനുഷ്യൻ്റെ സ്വാഭാവികമായ പ്രവണതയും സ്വാർത്ഥതയും അനുസരിച്ച് ഭിന്നതയും കലഹവുമുണ്ടായ മനുഷ്യ സഹോദരങ്ങളുമായി ഒന്നിപ്പിക്കണം. അപ്പോൾ ഒരു ഒന്നിപ്പിൻ്റെ സുവിശേഷമാണ് ഇവിടെ നമുക്ക് ലഭിക്കുക. മനുഷ്യാവതാരത്തിൻ്റെ ലക്ഷ്യം നിങ്ങൾ എഴുതുന്നവരെഴുതിക്കൊള്ളുക. മനുഷ്യാവതാരത്തിൻ്റെ പരമമായ ലക്ഷ്യം മനുഷ്യരെ പരസ്പരം ബന്ധിപ്പിക്കുകയും ഒന്നിപ്പിക്കുകയും മനുഷ്യരെ ദൈവവുമായി ഒന്നിപ്പിക്കുകയും ആയിരുന്നു. ലക്ഷ്യം വളരെ വ്യക്തമാണ്. മനുഷ്യാവതാരത്തിൻ്റെ ലക്ഷ്യം ഇവിടെ വിവരിക്കുകയാണ്. മനുഷ്യനെ പരസ്പരം ഒന്നിപ്പിക്കുക, മനുഷ്യരെ ദൈവവുമായി ഒന്നിപ്പിക്കുക. അതുകൊണ്ടാണ് ദൈവവും മനുഷ്യനും ഒന്നിച്ചിരിക്കേണ്ടവരും ഒന്നായിത്തീരേണ്ടവരുമാണ് എന്ന് പറയുന്നത്. മനുഷ്യൻ്റെ കൂടെ വസിക്കാൻ ദൈവം മനുഷ്യനായി, മനുഷ്യൻ്റെ ഉള്ളിൽ വസിക്കാൻ ദൈവം അപ്പമായി. അപ്പോഴാണ് ഈ ഒന്നിപ്പിക്കൽ അതിൻ്റെ പൂർണ്ണതയിൽ എത്തുക. അതുകൊണ്ടാണ് മനുഷ്യാവതാരത്തിൻ്റെ ലക്ഷ്യം മനുഷ്യനെ പരസ്പരം ഒന്നിപ്പിക്കുകയും മനുഷ്യരെ ദൈവവുമായി ഒന്നിപ്പിക്കുകയുമായിരുന്നു എന്ന് പറയുക. അതിനുവേണ്ടി എന്താണ് ചെയ്യേണ്ടത്? കുർബാനയിലെ പ്രാർത്ഥനയിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാകും. അവിടെയാണ് ശത്രുതയും കലഹവും നമുക്ക് ഉപേക്ഷിക്കാം. ശത്രുതയും കലഹങ്ങളും എന്നേക്കുമായി അവസാനിപ്പിച്ച് ഉദ്ധിതനായ ഈശോ മിശിഹായുടെ സമാധാനം നിത്യം നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തുമ്പോഴാണ് നമുക്ക് ഈ ഒന്നിപ്പിലേക്ക്, കൂട്ടായ്മയിലേക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കുക.
യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 14-ാം അധ്യായം 20-ാം വാക്യം എടുക്കുക. 14-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം ഈ ഒന്നിപ്പിക്കുന്നത് എങ്ങനെയാണ് എന്നവിടെ സൂചിപ്പിക്കുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം, ഞാൻ എൻ്റെ പിതാവിലും, കിട്ടിയൊരു വായിച്ചയും, ഞാൻ എൻ്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലുമാണെന്ന് ആ ദിവസം നിങ്ങൾ അറിയും. അപ്പോൾ ഇപ്പം തന്നെ നമുക്ക് ഇങ്ങനെയാണ്, പക്ഷേ ഇപ്പോൾ അത് ശരിക്കും മനസ്സിലായിട്ടില്ല. മനസ്സിലായി കഴിയുമ്പോൾ എങ്ങനെയാണ്? ഞാൻ എൻ്റെ പിതാവിൽ, പിതാവുമായി പുത്രനുള്ള ബന്ധം, നിങ്ങൾ എന്നിൽ, പിതാവുമായി അഗാധമായ ബന്ധമുള്ള പുത്രനിലാണ് നമ്മൾ. ഞാൻ നിങ്ങളിലുമാണ്, വേർപിരിയാനാവാത്ത ബന്ധം. അതുകൊണ്ടാണ് ഭാരതീയ ദർശനത്തിൽ ആത്മീയതയുടെ പരമോന്നതമായ പദവിയെക്കുറിച്ച് പറയുന്നിടത്ത് സായുജ്യം എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. സായുജ്യം എന്ന് പറയുന്നത് ജീവാത്മാവ് പരമാത്മാവിൽ വിലയം പ്രാപിക്കുന്ന അവസ്ഥയാണ്. ജീവാത്മ പരമാത്മ ലയനം എങ്ങനെയാണ് സംഭവിക്കുന്നത്? പരിശുദ്ധ കുർബാനയിലാണ്, പരിശുദ്ധ കുർബാനയിലൂടെ മാത്രമാണ്. ഇതാണ് നമ്മൾ ആത്യന്തികമായി പഠിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. ഇത് കാലത്തിൻ്റെ പൂർണ്ണതയിൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാറ്റിനെയും ക്രിസ്തുവിൽ ഒന്നിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. ഈ ഒന്നിപ്പിക്കൽ എവിടെയാണ് സംഭവിക്കേണ്ടത്? ക്രിസ്തുവിലാണ്. ക്രിസ്തുവിൻ്റെ മൗലിക ശരീരമായ സഭയിലും സഭയുടെ വിശുദ്ധ കൂദാശകളിലുമൂടെയുമാണ് ഈ കൂട്ടായ്മ വളരുന്നത് എന്നാണ് ഞാൻ സൂചിപ്പിച്ചു വരിക. 11-ാമത്തെ വാക്യത്തിൽ എഫേസ്യർക്കാർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 1:11 നമ്മൾ വായിക്കുന്നു, തൻ്റെ ഹിതമനുസരിച്ച് എല്ലാം പൂർത്തിയാക്കുന്ന അവിടുന്ന് തൻ്റെ പദ്ധതി അനുസരിച്ച് അവനിൽ നമ്മെ മുൻകൂട്ടി തിരഞ്ഞെടുത്ത് നിയോഗിച്ചു. അപ്പം അതുകൊണ്ട് ഈശോയുടെ മനുഷ്യാവതാര ലക്ഷ്യം തൻ്റെ രക്ഷാകരമായ പീഡാസഹനത്തിൻ്റെയും കുരിശുമരണത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും അനന്തമായ യോഗ്യതകളാൽ നമ്മെ രക്ഷിച്ച് സ്വർഗത്തിൽ പിതാവിൻ്റെ പക്കലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതായിരുന്നു. ഞാനതൊന്നുകൂടെ പറയാം. ഈശോ മിശിഹായുടെ മനുഷ്യാവതാര ലക്ഷ്യം തൻ്റെ എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്? അതാണ് തൻ്റെ രക്ഷാകരമായ പീഡാസഹനത്തിൻ്റെയും കുരിശുമരണത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും അനന്തമായ യോഗ്യത കൊണ്ട് മനുഷ്യവംശത്തെ രക്ഷിച്ച് സ്വർഗത്തിൽ പിതാവിൻ്റെ പക്കലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതായിരുന്നു. ഈ കടത്തിക്കൊണ്ടുപോകലും കടന്നുപോകലുമാണ് പെസഹ. സാധാരണഗതിയിൽ നമ്മൾ പറയുന്നത് കടന്നുപോകലാണ് പെസഹ. കടന്നുപോയത് എന്തിനു വേണ്ടിയാണ്? കടത്തിക്കൊണ്ടു പോകാനാണ്. കാരണം നിത്യതയുടെ കവാടം ആദ്യമേ കടന്നുപോയത് ഈശോയാണ്, ഉദ്ധിതനായ ഈശോ. അവൻ എന്തിനാണ് നിത്യതയുടെ കവാടത്തിലൂടെ കടന്നുപോയത്? മനുഷ്യവംശത്തെ ഈ കവാടത്തിലൂടെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനാണ്. അതുകൊണ്ടാണ് പെസഹായുടെ അനുസ്മരണവും ആഘോഷവുമായ പരിശുദ്ധ കുർബാന ഈ കടന്നുപോകലും കടത്തിക്കൊണ്ടുപോകലിൻ്റെയും അനുസ്മരണവും അനുഷ്ഠാനവും ആഘോഷമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ആദ്യത്തെ പെസഹായിലും ഒരു കടന്നുപോകലും കടത്തിക്കൊണ്ടുപോകലും ഉണ്ടായിരുന്നുവെന്ന് ബൈബിൾ ആഴങ്ങളിൽ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. എന്താണ് ആദ്യത്തെ പെസഹായിൽ ദൈവം ചെയ്തത്? ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് കാനാൻ ദേശത്തിൻ്റെ സമൃദ്ധിയിലേക്ക് ഇസ്രായേൽ ജനത്തെ കടത്തിക്കൊണ്ടുപോകുന്നതിന് വേണ്ടിയായിരുന്നു ആ കടന്നുപോകൽ ആദ്യം ചരിത്രത്തിൽ സംഭവിക്കുന്നത്. ഈ ലോക ജീവിതവും ഒരു കടന്നുപോകലും ആണ്. അതുകൊണ്ട് നശ്വരമായ ഈ ഭൂമിയിലെ ജീവിതം നിത്യതയിലേക്ക് കടന്നു പോകാനുള്ളതാണ് എന്ന ഓർമ്മപ്പെടുത്തൽ നിരന്തരമായി നമുക്ക് നൽകുകയാണ് സഭയിലെ വിശുദ്ധ കൂദാശകൾ. മരണത്തിൽ നിന്ന് നിത്യതയുടെ കവാടത്തിലൂടെ ആദ്യമായി കടന്നുപോയ ക്രിസ്തു ഉദ്ധിതനായി മിശിഹ നമ്മെയും ആ വഴിയെ കൊണ്ടുപോവുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 13-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം ബൈബിള് വീണ്ടും തുറക്കുക. യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 13-ാം അധ്യായം 1-ാം വാക്യം നമുക്ക് വളരെ മനഃപാഠമായിട്ട് അറിയാവുന്ന വാക്യം. ഈ ലോകം വിട്ട് പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോകാനുള്ള സമയമായി എന്ന് അവിടുന്ന് പെസഹ തിരുനാളിന് മുൻപ് അറിഞ്ഞു. അപ്പോൾ അതൊരു കടന്നുപോകലിനെ കുറിച്ച്, ഈ ഭൂമിയിൽ ദൈവം നിയോഗിച്ചേൽപ്പിച്ച ദൗത്യം പൂർത്തീകരിച്ചതിന് ശേഷം പിതാവിൻ്റെ പക്കലേക്ക് മടങ്ങിപ്പോകാനുള്ളതാണ് തൻ്റെയും ജീവിതമെന്ന ഒരു ചിന്തയുടെ പശ്ചാത്തലത്തിൽ ഈ വാക്യത്തെ നമ്മൾ വായിക്കണം. ഈ ലോകം വിട്ട് പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോകുവാനുള്ള സമയമായി എന്ന് പെസഹ തിരുനാളിന് മുൻപ് യേശു അറിഞ്ഞു.
ഈ ലോകത്തിൽ തനിക്ക് സ്വന്തമായുള്ളവരെ അവൻ സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു. പിതാവായ ദൈവത്തിൻ്റെ തിരുവിഷ്ടപ്രകാരം പുത്രനായ ഈശോ മിശിഹ മനുഷ്യാവതാരം എടുത്ത് തൻ്റെ പീഡാസഹന മരണ ഉത്ഥാനത്തിലൂടെ മനുഷ്യരെ രക്ഷിച്ച് പിതാവിൻ്റെ പക്കലേക്ക് തിരിച്ചു പോയത് രക്ഷിക്കപ്പെട്ട തൻ്റെ മക്കളെ പിതാവിൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുപോകാനാണ്. ഇതാണ് അനാദിയിലെയുള്ള ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതി. അപ്പോൾ ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതി എന്തിനു വേണ്ടിയായിരുന്നു? മനുഷ്യനെ രക്ഷിച്ച് പിതാവിൻ്റെ പക്കലേക്ക് കൊണ്ടുപോയി ഒന്നിപ്പിക്കുന്നതിന് വേണ്ടിയായിരുന്നു. ദൈവത്തിൻ്റെ രക്ഷാകര ചരിത്രത്തിൻ്റെ മർമ്മമായ പരിശുദ്ധ ഈശോ മിശിഹായുടെ പെസഹ രഹസ്യങ്ങളുടെ അനുസ്മരണവും അനുഷ്ഠാനവും ആഘോഷവുമാണ് പരിശുദ്ധ കുർബാന എന്നാണ് ഞാൻ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പെസഹ രഹസ്യങ്ങളുടെ അനുസ്മരണവും അനുഷ്ഠാനവും ആഘോഷവുമാണ് പരിശുദ്ധ കുർബാന. അത് സ്വർഗത്തിലേക്ക് കടന്നു പോകുന്നതിന് വേണ്ടിയാണ്. അത് പടിപടിയായി നമ്മൾ എങ്ങനെയാണ് ജീവിതത്തിൽ സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പരിശുദ്ധ കുർബാനയുടെ ഭാഗങ്ങൾ ഓരോന്നോരോന്നായി നമ്മൾ പഠിക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. പരിശുദ്ധ കുർബാനയിൽ 7 ശുശ്രൂഷകളാണ് ഉള്ളത്. 7 ശുശ്രൂഷകൾ. അത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ഞാനതുകൊണ്ട് വിശദീകരണത്തിലേക്ക് പോകാതെ അതൊന്ന് സൂചിപ്പിച്ച് മാത്രം കടന്നു പോകും. 7 ശുശ്രൂഷകൾ എന്ന് പറയുന്നത്, ഒന്ന് ആമുഖ ശുശ്രൂഷയാണ്. രണ്ടാമത്തെ പറയാവുന്ന നോക്കിക്കേ. 1 ആമുഖ ശുശ്രൂഷ, 2 വചന ശുശ്രൂഷ, 3 ഒരുക്ക ശുശ്രൂഷ, 4 കൂദാശ ശുശ്രൂഷ. നമ്മൾ അനാഫ്ര എന്ന് പറയുന്നത് കൂദാശ ശുശ്രൂഷ എന്നാണ് ഔദ്യോഗികമായ പഠനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. 5-മത്തത് അനുരഞ്ജന ശുശ്രൂഷയാണ്. 6-മത്തത് ഐക്യ ശുശ്രൂഷയാണ്. 7-മത്തത് സമാപന ശുശ്രൂഷയാണ്. നമുക്കൊന്ന് പറഞ്ഞു നോക്കിയാലോ. 1 ആമുഖ ശുശ്രൂഷ. എല്ലാവരും നിവർന്നിരുന്ന് നമുക്ക് ഒന്ന് പറഞ്ഞു നോക്കാം, ഉണർവോടെ പറയാം. 1 ആമുഖ ശുശ്രൂഷ, 2 വചന ശുശ്രൂഷ, 3 ഒരുക്ക ശുശ്രൂഷ, 4 കൂദാശ ശുശ്രൂഷ, 5 അനുരഞ്ജന ശുശ്രൂഷ, 6 ഐക്യ ശുശ്രൂഷ, 7-മത്തത് സമാപന ശുശ്രൂഷ. അതിൽ ഓരോന്നിലേക്ക് നമ്മൾ വരികയാണ്. ആമുഖ ശുശ്രൂഷ ആരംഭിക്കുന്നത് മധുബഹായുടെ വിരി തുറന്ന് കാർമികൻ ഭൂമിയുടെ പ്രതീകമായ ഹൈക്കലയിലേക്ക് ഇറങ്ങി വരുന്നത് മുതലാണ്. അവിടെയാണ് സ്വർഗത്തിൽ നിന്ന് മനുഷ്യാവതാരമെടുക്കാൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന മിശിഹായോട് ബന്ധപ്പെടുത്തി വേണം ഈ കടന്നുവരവിനെ നമ്മൾ മനസ്സിലാക്കാൻ. മധുബഹ എവിടെ നിന്നാണ് ഇറങ്ങി വരുന്നത്? മധുബഹായിൽ നിന്നാണ്. അത് എന്തിൻ്റെ പ്രതീകമാണ്? പറഞ്ഞേ, എന്തിൻ്റെ പ്രതീകമാണ് മധുബഹ? സ്വർഗത്തിൻ്റെ പ്രതീകമാണ്. അപ്പം മധുബഹായിലെ നിന്ന് ഹൈക്കലയിലേക്ക്, ഭൂമിയുടെ പ്രതീകമായ ഹൈക്കലയിലേക്ക് കാർമികൻ ഇറങ്ങി വരികയാണ്. ഇവിടെ മിശിഹായുടെ പ്രതിപുരുഷനായ കാർമികൻ മധുബഹായിൽ നിന്ന് ഇറങ്ങി വരുന്നത് ദൈവപുത്രൻ തൻ്റെ മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നതിൻ്റെ അടയാളമായിട്ടാണ് സഭാപിതാക്കന്മാർ ഇതിനെ വിശേഷിപ്പിക്കുക. യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 3-ാം അധ്യായം 16-ാം വാക്യം. യോഹന്നാൻ 3:16 എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ, ബാക്കി പറഞ്ഞേ, ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ഈ ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. പിതാവായ ദൈവം മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു. അതാണ് യോഹന്നാൻ സുവിശേഷത്തിൻ്റെ 3:16 നിന്ന് നമ്മൾ മനസ്സിലാക്കുക. മിശിഹായെ പോലെ കാർമികനും ദൈവത്താൽ അയക്കപ്പെട്ടവനാണ് എന്നതാണ് പരമാർത്ഥം. ഇത് നമ്മൾ വായിക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 20-ാം അധ്യായം 21-ാം വാക്യത്തിലാണ്. യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം 21-ാം വാക്യം ഞാനത് വായിക്കാം. യേശു വീണ്ടും അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. പിതാവ്, ശരിക്കും ശ്രദ്ധിച്ച്, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. അപ്പോൾ ഈശോ അയക്കപ്പെട്ടവനാണ്. ആരാൽ അയക്കപ്പെട്ടവനാണ്? പറഞ്ഞ്, ആരാണ് ഈശോയെ അയച്ചത്, ഭൂമിയിലേക്ക് അയച്ചത്? പിതാവായ ദൈവമാണ്. എന്തിനു വേണ്ടിയാണ് അയച്ചത്? മനുഷ്യവംശത്തിൻ്റെ നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി ബലിയാകാനാണ്. തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ഈ ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ പൊരുള്
തൻ്റെ ഏകജാതനായ ബലിയായി നൽകാൻ മാത്രം ദൈവം ഈ ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു എന്നാണ്. ഈ ബലിയായി നൽകാൻ അത്രമാത്രം സ്നേഹിച്ച് ഈശോയെ ലോകത്തിലേക്ക് അയച്ചതുകൊണ്ട് ആ സ്നേഹത്തിൻ്റെ നിറവിലും ബന്ധത്തിൻ്റെ ആഴത്തിലും ജീവിച്ചുകൊണ്ട് തൻ്റെ ജീവനെ പോലും തന്ന് അവൻ നമ്മെ രക്ഷിച്ചു. അതൊരു പൂർത്തീകരിക്കുന്നതിന് വേണ്ടി നിയോഗിക്കപ്പെട്ട് അയക്കപ്പെട്ടവനാണ് ക്രിസ്തു. അതുകൊണ്ടാണ് ഈശോയെ ലോകത്തിലേക്ക് പിതാവായ ദൈവം അയച്ചതുപോലെ ഈശോ തൻ്റെ അപ്പസ്തോലന്മാരെയും അയക്കുകയാണ്. അയക്കപ്പെട്ടവനാണ്, സ്ലീഹായായി മാറുകയാണ്. അതാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 20-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. യേശു വീണ്ടും അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. പിതാവ്, എല്ലാവരും പറഞ്ഞ്, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. ഇത് ക്രിസ്തുവിനെ കുറിച്ച് മാത്രം പറഞ്ഞതല്ല, അപ്പസ്തോലന്മാരെ കുറിച്ച് മാത്രം പറഞ്ഞതല്ല, മാമോദീസ എന്ന പരിശുദ്ധമായ കൂദാശയിലൂടെ സഭയുടെ അംഗമായി തീർന്ന സകല മനുഷ്യരോടും പറയുന്ന വാക്യമാണിത്. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. ദൈവത്തിൻ്റെ ഒരു നിയോഗമുണ്ട്. ആ നിയോഗം ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയോട് ചേർന്ന് നിൽക്കുക, ചേർന്ന് ജീവിക്കുക എന്നുള്ളതാണ്. ക്രിസ്തുവിന് സാക്ഷിയാകുക എന്നുള്ളതാണ്. എതിർ സാക്ഷികളാകാതെ സാക്ഷിയാകുക എന്ന ദൗത്യം നമുക്ക് ലഭിച്ചിട്ടുണ്ട് എന്നതാണ് പരമാർത്ഥം. പിതാവായ ദൈവത്താൽ അയക്കപ്പെട്ട ഈശോ മിശിഹായും ഈശോ മിശിഹായാൽ തെരഞ്ഞെടുക്കപ്പെട്ട് നിയോഗിച്ച് അയച്ച കാർമ്മികനും ഈശോ മിശിഹായുടെ കൽപ്പനയനുസരിച്ച് വിളിച്ചുകൂട്ടപ്പെട്ട ദൈവജനവും ഒന്നു ചേർന്ന് ദൈവപുത്രൻ്റെ എന്നേക്കുമായുള്ള ഏക ബലി മനുഷ്യവംശത്തിൻ്റെ നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി കാൽവരിയിൽ തുടരുന്നതിന് ഒരുമിച്ച് ചേർന്നിരിക്കുകയാണ് ഇവിടെ. അതിൻ്റെ ആ ആഴം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതുകയാണ്. പിതാവായി ദൈവത്താൽ അയക്കപ്പെട്ട ഈശോ മിശിഹാ സന്നിഹിതനാണ്. ഈശോ മിശിഹായാൽ തെരഞ്ഞെടുക്കപ്പെട്ട് നിയോഗിച്ചയച്ച കാർമ്മികനും ഈശോ മിശിഹായുടെ കൽപ്പനയനുസരിച്ച് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് ചേരുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവാൻ എന്ന കൽപ്പന അനുസരിച്ച് വിളിച്ചുകൂട്ടപ്പെട്ട ദൈവജനം, വിശ്വാസ സമൂഹം ഒന്നു ചേർന്ന് എന്തിനു വേണ്ടിയാണ് വന്നിരിക്കുന്നത്? ദൈവപുത്രൻ്റെ എന്നേക്കുമായുള്ള ഏക ബലിയർപ്പണം, മനുഷ്യവംശത്തിന് നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടിയുള്ള ഈ ഏക ബലിയർപ്പണം അൾത്താരയിൽ തുടരുന്നതിന് വേണ്ടിയാണ് നാം ഒരുമിച്ച് ചേർന്നിരിക്കുന്നത്. അപ്പോഴാണ് അന്ന് പെസഹ തിരുനാളിൽ കർത്താവ് അരുളിയ കൽപ്പന പോൽ എന്ന ഗാനം ആരംഭിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ ആമുഖ ഗാനത്തിന് മുൻപ് തന്നെ നമ്മുടെ മനസ്സിലൂടെ കടന്നു വരണം. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളത്. സ്ഥലകാല ബോധമുള്ളവരാവുക. നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്, എന്തിനാണ് വന്നത്, ആ ഒരു അവബോധം പരിശുദ്ധ കുർബാനയിൽ സജീവമായി പങ്കുചേരുന്നതിന് നമ്മളെ സഹായിക്കും. അതുകൊണ്ട് അന്ന് പെസഹ തിരുനാളിൽ പാടുന്നതിന് മുൻപ് ഇത്തരം ഓർമ്മകളിലൂടെ കടന്നു പോകേണ്ടതായിട്ടുണ്ട്. ഈ അന്നാ പെസഹ തിരുനാളിൽ എന്ന പ്രാർത്ഥന ചൊല്ലുമ്പോൾ 2 കൽപ്പനകളാണ് അനുസ്മരിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാം. ഞാൻ വിശദീകരിക്കേണ്ടതില്ല. 2 കൽപ്പന. ഒന്നാമത്തെ കൽപ്പന എന്ന് പറയുന്നത് നിങ്ങൾ ഇത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിനെന്നാണ്. നിങ്ങളിത് എൻ്റെ ഓർമ്മയ്ക്ക് നിങ്ങൾ ഒരുമിച്ച് ചേരുമ്പോൾ ഓർമ്മിക്കാനല്ല പറഞ്ഞത്, ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിനെന്നാണ് പറഞ്ഞത്. അനുസ്മരണം മാത്രമല്ല, അതിൻ്റെ അനുഷ്ഠാനമുണ്ടാവണം. ഈ അനുഷ്ഠാനത്തിൻ്റെ തുടർച്ച ജീവിതത്തിലുണ്ടാവണം. കേവലം ഒരു ഓർമ്മയാചരണം അല്ലിത്, അതിനും അപ്പുറത്തേക്ക് പോകുന്നതാണ്. അത് ജീവിതബന്ധിയാണ്. ചിലപ്പോൾ ജീവൻ കൊടുത്തുപോലും ഇത് പൂർത്തീകരിക്കപ്പെടേണ്ടതായിട്ട് വരും. അതുകൊണ്ടാണ് ഈ തികഞ്ഞ സ്നേഹത്തിൻ്റെ സ്വാഭാവികമായ പര്യവസാനമാണ് രക്തസാക്ഷിത്വമെന്ന് ഞാൻ പണ്ട് സൂചിപ്പിച്ചിട്ടുണ്ട്. തികഞ്ഞ സ്നേഹത്തിൻ്റെ സ്വാഭാവികമായ പര്യവസാനം ജീവൻ കൊടുക്കുന്ന സ്നേഹമായി മാറി. അതാണ് ഈ സ്നേഹത്തിന് സ്നേഹം, ഈ ബലിക്ക് ബലി എന്നൊക്കെ പറയുന്നതിൻ്റെ പൊരുള് അവിടെയാണ് നമുക്ക് മനസ്സിലാവുക. അപ്പോൾ ഒന്നാമത്തത് ഇത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ഇതെവിടെയാണ് നമ്മൾ കാണുന്നത്? പരിശുദ്ധ ബൈബിളിൽ ലൂക്കയുടെ സുവിശേഷത്തിൻ്റെ 22-ാം അധ്യായം 19-ാം വാക്യം. ലൂക്കയുടെ സുവിശേഷം
22-ാം അധ്യായം 19-ാം വാക്യം, ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. പിന്നെ അവൻ അപ്പമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് മുറിച്ച് അവർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എൻ്റെ ശരീരമാണ്, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ. ബൈബിളിൽ ആദ്യമായി ഈ സംഭവത്തെ വിവരിക്കുന്ന കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 1-ാം ലേഖനത്തിൻ്റെ 11-ാം അധ്യായത്തിൽ വീണ്ടും നമ്മളിത് വായിക്കുകയാണ്. 1 കൊരിന്തോസ് 11:24. 1 കൊരിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 11-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യം. അവിടെ നമ്മൾ വായിക്കുന്നത്, കൃതജ്ഞത അർപ്പിച്ചതിന് ശേഷം അത് മുറിച്ചുകൊണ്ട് അരുളി ചെയ്തു, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരമാണ്, എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ഇത് ചെയ്യുവിൻ. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 11-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യത്തിൽ ഇപ്രകാരം നമ്മൾ വായിക്കുന്നുണ്ട്, അപ്രകാരം തന്നെ അത്താഴത്തിനു ശേഷം പാനപാത്രമെടുത്ത് അരുളി ചെയ്തു, ഇത് എൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ്, നിങ്ങൾ ഇത് പാനം ചെയ്യുമ്പോഴെല്ലാം എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 11-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യമാണ് ഞാൻ വായിച്ചത്. പരിശുദ്ധ കുർബാന ഒരു ഓർമ്മയാചരണമാണ്. നിങ്ങളിത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിനെന്ന് അർത്ഥമാക്കുന്നത് അത് ജീവിതം കൊണ്ട് സാക്ഷ്യപ്പെടുത്താൻ കൂടിയാണ് എന്ന് ഓർക്കണം. ദൈവം ഒരു കാര്യം ഓർക്കുമ്പോൾ എന്താണ് സംഭവിക്കുക? അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടതുണ്ട്. ദൈവം ഓർക്കുമ്പോൾ രക്ഷാകര സംഭവത്തിൻ്റെ ഫലം മനുഷ്യർക്കും പ്രപഞ്ചത്തിനും ലഭിക്കും എന്നതാണ് യാഥാർത്ഥ്യം. ദൈവം ഓർത്തു എന്ന വാക്ക് നമ്മൾ കാണുകയാണ്. ഈശോ കൽപ്പിച്ച കാര്യം നാം ചെയ്യുമ്പോൾ നാം തന്നെ അത് അനുസ്മരിക്കുകയും ദൈവത്തെ അനുസ്മരിപ്പിക്കുകയും ചെയ്യുന്നു. ഈശോ കൽപ്പിച്ചൊരു കാര്യം, നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ, അത് നമ്മൾ ചെയ്യുമ്പോൾ നാം അത് അനുസ്മരിക്കുകയും ദൈവത്തെ നമ്മൾ അനുസ്മരിപ്പിക്കുകയും ചെയ്യുന്നു. ബൈബിൾ പശ്ചാത്തലത്തിൽ ദൈവം ഒന്നിനെ ഓർത്തു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ദൈവം അത് മറന്നുപോയത് ഓർമ്മിപ്പിച്ചു എന്നല്ല, മറിച്ച് ദൈവത്തിൻ്റെ കൃപയും ദൈവത്തിൻ്റെ വാഗ്ദാനവും പ്രവർത്തിക്കാനുള്ള നൽകാനുള്ള സമയമായി എന്നാണ് അതിൻ്റെ അർത്ഥം. ദൈവം മറന്നുപോയത് ഓർമ്മിപ്പിക്കുന്നതല്ല, ദൈവത്തിൻ്റെ പ്രവൃത്തി ആരംഭിക്കാൻ സമയമായി എന്നതിൻ്റെ ഒരു അടയാളമായിട്ടാണ് അത് നിൽക്കുക. ഇത് ഇത്തിരി ആഴങ്ങളിൽ മനസ്സിലാക്കാൻ ബൈബിളിൽ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൻ്റെ 8-ാം അധ്യായം 1-2 വാക്യങ്ങൾ വായിക്കുന്നത് നല്ലതാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം 8-ാം അധ്യായം 1-2 വാക്യങ്ങൾ. നോഹയെയും പെട്ടകത്തിലുണ്ടായിരുന്ന എല്ലാ ജീവജാലങ്ങളെയും കന്നുകാലികളെയും ദൈവം ഓർത്തു. മഹാപ്രളയമുണ്ടാകുന്ന സമയത്ത് ജോഡികളായി പെട്ടകത്തിൽ, നോഹ നിർമ്മിച്ച പെട്ടകത്തിൽ കയറ്റിയത് ദൈവമാണ്. ബാക്കി എല്ലാ ജീവജാലങ്ങളും നശിച്ചു തുടങ്ങിയപ്പോഴും ഈ പെട്ടകത്തിനകത്ത് അവർ സുരക്ഷിതരായിരുന്നു. പക്ഷേ ബൈബിൾ ഇങ്ങനെ ഓർമ്മിപ്പിക്കുകയാണ്, ദൈവം അവരെ ഓർത്തു എന്ന് പറഞ്ഞാൽ അവരെ ഈ ഭൂമിയിലേക്ക്, പുതിയ ലോകത്തിലേക്ക് ഇറക്കി വിടാനുള്ള സമയമായി എന്ന തിരിച്ചറിവ് മാത്രമാണ് ആ ഓർമ്മ നൽകുന്നത്. അവിടുന്ന് ഭൂമിയിൽ എന്താണ് പിന്നെ അതിന് ചെയ്തത്? അവിടുന്ന് ഭൂമിയിൽ കാറ്റ് വീശി, വെള്ളമിറങ്ങി, അഗാധങ്ങളിലെ ഉറവകൾ നിലച്ചു, ആകാശത്തിൻ്റെ ജാലകങ്ങൾ അടഞ്ഞു, മഴ നിലയ്ക്കുകയും ചെയ്തു. അപ്പോൾ പുതിയ ഒരു പ്രപഞ്ചത്തിലേക്ക് മനുഷ്യൻ വീണ്ടും കടന്നു വരികയാണ്. അത് ദൈവത്തിൻ്റെ ഒരു ഓർമ്മയുടെ പശ്ചാത്തലത്തിലാണ് ബൈബിളിൽ ആ സംഭവത്തെ വിവരിക്കുന്നത്. വീണ്ടും ബൈബിളിൽ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 19-ാം അധ്യായം 29-ാം വാക്യം. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൻ്റെ 19-ാം അധ്യായം 29-ാം വാക്യം. താഴ്വരയിലെ നഗരങ്ങൾ നശിപ്പിക്കപ്പെട്ടപ്പോൾ ദൈവം അബ്രാഹത്തെ ഓർത്തു. എന്തിനാ ഈ ഓർത്തു എന്ന് പറയുന്നത്? അതിന് അത്രയും പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് ദൈവം അബ്രാഹത്തെ ഓർത്തു. ബാക്കി നോക്കുക. ലോത്ത് പാർത്തിരുന്ന ആ നഗരങ്ങളെ നശിപ്പിച്ചപ്പോൾ അവിടുന്ന് ലോത്തിനെ നാശത്തിൽ നിന്ന് രക്ഷിക്കാനുള്ള കാരണം ദൈവം അബ്രാഹത്തെ ഓർത്തു, അബ്രാഹത്തിൻ്റെ വാഗ്ദാനങ്ങളെ ഓർത്തു.
നമ്മൾ ദൈവത്തിൻ്റെ മുൻപിൽ എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഈ സമയത്ത് തന്നെ നീ എൻ്റെ കാര്യത്തിൽ ഇടപെടണം. അതുപോലത്തെ പ്രശ്നത്തിൻ്റെ നടുവിലാണ് ഞാൻ നിൽക്കുന്നത്. സങ്കടത്തോടെ കണ്ണുനീരോടെ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഉടനടി ഉത്തരം തരണമേ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. ദൈവമേ, നീ എന്നെ ഓർക്കണം. ദൈവം ഓർത്താൽ പ്രശ്നത്തിന് പരിഹാരമായി. മനുഷ്യൻ ഓർത്താൽ പ്രശ്നത്തിന് പരിഹാരമില്ല. ആര് നോക്കിയാലും ഒരു പ്രശ്നത്തിനും പരിഹാരമില്ല. ശാശ്വതമായി ദൈവം ഓർത്താൽ നൊടിയിട കൊണ്ട് പ്രശ്നം പരിഹരിക്കപ്പെടും. അപ്പം അതുകൊണ്ട് എവിടെയാണ് നമ്മൾ അണയേണ്ടത്, ആശ്രയിക്കേണ്ടത്? ദൈവം നമ്മളെ ഓർക്കണം. നമ്മുടെ പ്രതിസന്ധിയിൽ നിന്ന് ദൈവം നമ്മളെ പരിഹരിക്കണം. അതുകൊണ്ടാണ് അബ്രാഹത്തെ ദൈവം ഓർത്തപ്പോൾ ലോത്തിനെയും ലോത്തിൻ്റെ കുടുംബത്തെയും മാത്രം സോദോം ഗൊമോറയിൽ നിന്ന് ദൈവം പുറത്തേക്ക് കൊണ്ടുവന്ന് അവരെ രക്ഷിച്ചു. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൻ്റെ 30-ാം അധ്യായം 22-ാം വാക്യം, അവിടെ ദൈവം റാഹേലിനെ സ്മരിച്ചു എന്നൊരു വാക്കുണ്ട്. ഉൽപ്പത്തി പുസ്തകം 30-ാം അധ്യായം 22-ാം വാക്യം, ദൈവം റാഹേലിനെ സ്മരിച്ചു. അവിടുന്ന് അവളുടെ പ്രാർത്ഥന കേൾക്കുകയും അവളുടെ വന്ധ്യത്വം അവസാനിപ്പിക്കുകയും ചെയ്തു. ദൈവം ഓർത്തപ്പോൾ റാഹേലിൻ്റെ സങ്കടം തീർന്നു. സാമുവേലിൻ്റെ 1-ാം പുസ്തകത്തിൻ്റെ 1-ാം അധ്യായം 10 മുതലുള്ള വാക്യങ്ങൾ, ഈ വചനങ്ങളൊക്കെ നമുക്ക് വലിയ ആശ്വാസം നൽകുന്ന വാക്യങ്ങളാണ്. നമ്മളെ രക്ഷിക്കാൻ ഒരു ദൈവമുണ്ട് എന്ന ഓർമ്മപ്പെടുത്തൽ. ദൈവം എന്നെ ഓർത്താൽ എൻ്റെ പ്രശ്നം തീരുമെന്ന് തിരിച്ചറിവ്. സാമുവേലിൻ്റെ 1-ാം പുസ്തകത്തിൻ്റെ 1-ാം അധ്യായം 10 മുതലുള്ള വാക്യങ്ങളിൽ ആരാണ്? അവൾ ഹന്നയാണ്. ഹന്ന കർത്താവിനോട് ഹൃദയം നൊന്ത് കരഞ്ഞു. അവളൊരു നേർച്ച നേർന്നു. സൈന്യങ്ങളുടെ കർത്താവേ, ഈ ദാസിയുടെ സങ്കടം കണ്ട് അങ്ങനെ സ്മരിക്കണമേ. സ്മരിക്കുക എന്ന് പറഞ്ഞാൽ ഓർക്കുക എന്നാണ് അർത്ഥം. അപ്പോൾ പള്ളിയിൽ വന്നാൽ, അൾത്താരയുടെ മുമ്പിൽ വന്നാൽ, പരിശുദ്ധ കുർബാനയുടെ സമയത്ത്, ആരാധനയുടെ സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, എന്നെ അനുസ്മരിക്കണേ, എന്നെ ഓർക്കണേ കർത്താവേ, എന്നെ ഓർക്കണേ. അത്ര മതി. ഹന്ന പ്രാർത്ഥിച്ചത് അങ്ങനെയാണ്. അവൾ ഒരു നേർച്ച നേർന്നു. സൈന്യങ്ങളുടെ കർത്താവേ, ഈ ദാസിയുടെ സങ്കടം കണ്ട് അങ്ങ് എന്നെ അനുസ്മരിക്കണമേ. അങ്ങയുടെ ദാസിയെ വിസ്മരിക്കരുതേ. എനിക്കൊരു പുത്രനെ നൽകിയാൽ അവൻ്റെ ജീവിതകാലം മുഴുവൻ അവനെ ഞാൻ അങ്ങേക്ക് പ്രതിഷ്ഠിക്കും. അവൻ്റെ ശിരസിൽ ക്ഷൗരക്കത്തി സ്പർശിക്കുകയുമില്ല. നാസീർ വ്രതം ഇവിടെ അവൾ സ്വീകരിക്കുകയാണ് തൻ്റെ കുഞ്ഞിന് വേണ്ടി. സാമുവേലിൻ്റെ 1-ാം പുസ്തകത്തിൻ്റെ 1-ാം അധ്യായം 11-ാം വാക്യത്തിലാണ് നമ്മളത് കാണുക. 17-ാമത്തെ വാക്യം എത്തുമ്പോൾ ഈ പ്രാർത്ഥനയുടെ അവസാനം, അപ്പോൾ ഏലി പറഞ്ഞു, സമാധാനമായി പോകുക, ഇസ്രായേലിൻ്റെ ദൈവം നിന്റെ പ്രാർത്ഥന സാധിച്ചു തരട്ടെ. ഇസ്രായേലിൻ്റെ ദൈവം, എല്ലാം ചെയ്യാൻ കഴിവുള്ള ദൈവം, നിന്റെ സങ്കടം മാറ്റി നിനക്ക് സമാധാനം തരട്ടെ. ഇസ്രായേലിൻ്റെ ദൈവം നിന്റെ പ്രാർത്ഥന കേൾക്കട്ടെ. അവൾ പ്രതിവചിച്ചു. 18-ാം വാക്യം, ഈ ദാസിക്ക് അങ്ങയുടെ കൃപാകടാക്ഷം ഉണ്ടാകണമേ. അനന്തരം അവൾ പോയി ഭക്ഷണം കഴിച്ചു. ഇനി അടുത്ത വാക്ക് ശ്രദ്ധിക്കണം. പിന്നീട് ഒരിക്കലും അവളുടെ മുഖം മ്ലാനമായിട്ടില്ല. പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടില്ല അപ്പോഴും. പക്ഷേ ഇതാണ് വിശ്വാസം എന്ന് പറയുന്നത്. ഇതാണ് വിശ്വാസം. നീ പോയിക്കൊള്ളുക, നീ സമാധാനത്തോടെ പോവുക. അത്യുന്നതനായ ദൈവം, ഇസ്രായേലിൻ്റെ ദൈവം നിന്റെ പ്രാർത്ഥന സാധിച്ചു തരട്ടെ. അപ്പോൾ അവൾ സമാധാനത്തോടെ പോകുന്നു. പിന്നീട് ഒരിക്കലും അവളുടെ മുഖം മ്ലാനമായിട്ടില്ല. എൽക്കാനയും കുടുംബവും അതിരാവിലെ എഴുന്നേറ്റ് കർത്താവിനെ ആരാധിച്ചതിന് ശേഷം റാമായിലുള്ള തങ്ങളുടെ ഗൃഹത്തിലേക്ക് മടങ്ങി. എൽക്കാന ഹന്നയെ പ്രാപിക്കുകയും കർത്താവ് അവളെ അനുസ്മരിക്കുകയും ചെയ്തു. ദൈവം ഓർത്താൽ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകും. അതേത് പ്രശ്നമായിക്കൊള്ളട്ടെ. ഈ വചനഭാഗങ്ങളൊക്കെ നമ്മുടെ വായിക്കാനുള്ള കാരണം, തിരഞ്ഞെടുക്കാനുള്ള കാരണം, വ്യത്യസ്തങ്ങളായ സങ്കട കാരണങ്ങൾക്ക് പരിഹാരം ദൈവത്തിൻ്റെ ഒരു ഓർമ്മയ്ക്ക് നൽകാൻ സാധിക്കും എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. പുറപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ, പുറപ്പാട് പുസ്തകത്തിൻ്റെ 2-ാം അധ്യായം 23-ാം വാക്യം, ഇത്രയും നേരം പറഞ്ഞത് വ്യക്തിപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണ്.
ഇവിടേക്ക് വരുമ്പോഴേക്കും ഒരു സമൂഹത്തിൻ്റെ നിലവിളിക്ക് ഉത്തരമാവുകയാണ്. പുറപ്പാട് പുസ്തകത്തിൻ്റെ 2-ാം അധ്യായം 23-ാം വാക്യം. കുറേ കാലം കഴിഞ്ഞ് ഈജിപ്തിലെ രാജാവ് മരിച്ചു. അടിമകളായി കഴിഞ്ഞിരുന്ന ഇസ്രായേൽ മക്കൾ നെടുവീർപ്പിട്ട് നിലവിളിച്ചു. അവരുടെ നിലവിളി ദൈവസന്നിധിയിൽ എത്തി. പുറപ്പാട് പുസ്തകത്തിൻ്റെ 23-ാം അധ്യായത്തിൽ ഇത് സൂചിപ്പിക്കുകയാണ്. ദൈവം അവരുടെ ദീനരോധനം ശ്രവിക്കുകയും, 24-ാം വാക്യം, ദൈവം അവരുടെ ദീനരോധനം ശ്രവിക്കുകയും അബ്രാഹത്തോടും ഇസഹാക്കിനോടും യാക്കോബിനോടും ചെയ്ത ഉടമ്പടി ഓർമ്മിക്കുകയും ചെയ്തു. അവിടുന്ന് അവരെ കടാക്ഷിച്ചു. 430 വർഷത്തിൻ്റെ അടിമത്തത്തിൻ്റെയും യാതനകളുടെയും അറുതി വരുത്തിയത് ദൈവം അവരെ ഓർമ്മിച്ചു. ദൈവം എന്താണ് ഓർമ്മിച്ചത്? അബ്രാഹത്തോടും ഇസഹാക്കിനോടും യാക്കോബിനോടും ചെയ്ത ഉടമ്പടി അവൻ അനുസ്മരിച്ചു. വാഗ്ദാനങ്ങളിൽ ദൈവം വിശ്വസ്തനാണ്. അതുകൊണ്ടാണ് കുഞ്ഞുനാൾ മുതൽ നമ്മൾ ചൊല്ലിക്കൊണ്ടിരുന്നത് ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക്, ബാക്കി പറഞ്ഞ്, ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ അമ്മയുടെ സഹായം നമ്മൾ അപേക്ഷിക്കുകയാണ്. പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഇവിടെ എന്തുമാത്രം ജപമാലകൾ ചൊല്ലുന്ന സ്ഥലമാണ്. ഇവിടെ വന്നവർ ജപമാല ജീവിതത്തിൻ്റെ അവിഭാജ്യമായ ഘടകമായി കണ്ട് രാവും പകലുമില്ലാതെ ജപമാല ചൊല്ലുന്നൊരു സമൂഹമാണ്. ഈ അമ്മയോട് പ്രാർത്ഥിക്കുമ്പോൾ ഇത് ഓർക്കണം. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞാൻ നിന്നെ ഉപേക്ഷിക്കില്ല, ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. ഒറ്റപ്പെട്ടു പോയവർ ഓർക്കണം, എന്നെ സഹായിക്കണം. മനുഷ്യ സഹായത്തിന് രക്ഷിക്കാനാവാത്ത കെണിയിലാണ്, ദുരിതത്തിലാണ് ഞാനായിരിക്കുന്നത്. ഈശോയ്ക്ക് മാത്രമേ രക്ഷിക്കാൻ പറ്റുള്ളൂ. അമ്മേ, മാതാവേ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആരാധനയുടെ സമയത്തും ഇത് പ്രാർത്ഥിക്കണം. ജീവിതത്തിൻ്റെ ഭാഗമായി പ്രാർത്ഥനകൾ മാറണം. ദൈവത്തിൻ്റെ കൃപയുടെ മുൻപിൽ നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് രക്ഷാകര പദ്ധതികളോട് ചേർന്ന് ജീവിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ദൈവകൃപയാൽ നമ്മൾ നിറയും. എല്ലാവരും ദൈവത്തിൻ്റെ കൃപ കൊണ്ട് നിറയാൻ, സങ്കടങ്ങളെല്ലാം അവസാനിച്ച് കണ്ണുനീരെല്ലാം തുടച്ച് സന്തോഷത്തോടെ കടന്നു പോകാൻ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പിന്നീട് ഒരിക്കലും അവളുടെ മുഖം മ്ലാനമായിരുന്നിട്ടില്ല. തിരിച്ചു പോകുമ്പോൾ ഓർക്കണം, ഇനി ഒരിക്കലും മുഖം വാടാതെ ജീവിക്കാൻ, സന്തോഷത്തോടെ ആയിരിക്കാൻ കൃപ തരണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.